കഴിഞ്ഞ ദിവസം ഞാൻ പന്നിക്കുട്ടന്മാരെ മാറ്റി കൊടുക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അത് ഭയങ്കര ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര നല്ല രീതിയിൽ തന്നെ റീച്ച് കയറി. ആ വീഡിയോയിൽ എനിക്ക് പേഴ്സണലി അല്ലാണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് പന്നി ഫാം തുടങ്ങാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ, എങ്ങനെ സെല്ല് ചെയ്യണം, എങ്ങനെയായിരിക്കണം സ്റ്റാർട്ടിംഗ് എന്നുള്ളതൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ സ്വന്തം സ്ഥലമുള്ള ഗൂഡല്ലൂരിൽ നിന്ന് ചീർട്ടാമല എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തേക്ക് കുടിയേറി വന്നതിന് ശേഷം ഇച്ചിരി പൈസ കാണാൻ തുടങ്ങിയത്, ഭയങ്കര സംഭവം എന്നല്ല പറഞ്ഞാൽ ഇച്ചിരി പൈസ കാണാൻ തുടങ്ങിയത് പന്നി ഫാം തുടങ്ങിയ പിന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പന്നി ഫാം ഇച്ചിരി അധ്വാനിക്കാനും ഇച്ചിരി പണിയെടുക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ ഈ മൃഗങ്ങളോടൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പരിപാടിയാണ് പന്നി ഫാം. അപ്പനാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഞാനിവിടെ കറൻറ്റ്ലി എറണാകുളത്താണ് ഉള്ളത്. പിന്നെ പന്നി ഫാം തുടങ്ങാൻ താല്പര്യമുള്ളവരൊന്നും ആദ്യം തന്നെ ഒന്നും കുറേയൊന്നും കുഞ്ഞുങ്ങളെ എടുത്ത് ചെയ്യരുത്. സ്റ്റാർട്ടിങ് ഒരു 10 കുഞ്ഞുങ്ങളെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ 2 ചെനയുള്ള പന്നികളെ വാങ്ങിച്ചിട്ട് പ്രസവിപ്പിക്കാം. കാരണം എന്താണ്, ഒരു പന്നീന്ന് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാഗ്യം കൂടെ വേണം കേട്ടോ. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 6-7 കുഞ്ഞുങ്ങളൊക്കെ കിട്ടും. 2 പന്നി ഉണ്ടെങ്കിൽ 14 കുഞ്ഞുങ്ങളെയും കിട്ടും. ഓക്കെ, അങ്ങനെ അതിൽ നിന്ന് വളർത്തിയെടുക്കണം. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടൽ ഫുഡാണ് കൊടുക്കുന്നത്. ഫുഡല്ല, ഫുഡിൻ്റെ ബാക്കി വന്ന വേസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയിലൊക്കെ പോകുന്നതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അധ്വാനമുണ്ട്. ഡെയിലി കൂട് വൃത്തിയാക്കണം. അപ്പോൾ ചെനപ്പന്നികൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 കണ്ടനെയോ 2 ചക്കീനെ വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കണ്ടന്മാരെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ചവിട്ടിപ്പിക്കാം. അല്ലെങ്കിൽ പ്രസവിക്കാൻ പാകമായിട്ടുള്ള 1-1.5 മാസമൊക്കെ ഈ ഒരു രീതിയിൽ ഗർഭമുള്ള ചെനയുള്ള പന്നികളെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 10 കുഞ്ഞുങ്ങളെ വാങ്ങിച്ചാൽ മതി. 10 കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഇന്നത്തെ ഒരു സമയത്ത് ഏകദേശം ഒരു 50,000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാലും 5,000 രൂപയ്ക്ക് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാലോ അവരുടെ നമ്പർ കോൺടാക്റ്റൊക്കെ വേണമെന്നാണ് ഞാൻ ഇട്ട് തരാം, കുഞ്ഞുങ്ങളെ വയ്ക്കുന്നവരുടെയും അങ്ങനെയുള്ളവരൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും. ഇതിനെ പുറത്ത് നിങ്ങൾ നോക്കുമ്പോഴാണ് ഇതൊക്കെ എവിടുന്ന് സെയിൽ ചെയ്യും, എവിടുന്ന് കുഞ്ഞുങ്ങളെ കിട്ടും, എവിടുന്ന് കട കിട്ടും, എവിടുന്ന് ഫുഡ് വേസ്റ്റ് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇത് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലയിടത്തുമായിട്ട് ഇത് പരിചയമുള്ള ആൾക്കാരെ കിട്ടും. അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാരെ കിട്ടും, കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ആൾക്കാരെ കിട്ടും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുന്തോറും നിങ്ങൾക്ക് ഇത് പറ്റുമോ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ തന്നെ ആയിരിക്കും. ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ മെല്ലെ 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 എല്ലാം പറ്റും. ഓക്കെ, അതുപോലെ പന്നികൾക്ക് ഓരോ ഇത്ര നാൾ കഴിയുമ്പോൾ ഏകദേശം അത്യാവശ്യം നിലയിൽ ഫുഡ് എടുക്കാനാകുമ്പോൾ വിര ഗുളിക കൊടുക്കണം പന്നി കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് പന്നി കുഞ്ഞുങ്ങളെ വയലിൽ വിര ഉണ്ടാവും. അത് 2-3 വട്ടമായിട്ട് നമുക്ക് ആദ്യം ഒരു കുറച്ച് തീറ്റയൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 30 കിലോനെ 40 കിലോൻ്റെ ഉള്ളിലാകുമ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ പകുതി കൊടുക്കണം. ഒരു 60 കിലോ ഒക്കെ ആകുമ്പോൾ ഒരു 500 ഗ്രാം കൊടുക്കണം. ഒരു 70-80 കിലോ ഒക്കെ ആകുമ്പോഴേക്കും ഒരു 1 ഫുള്ള് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോർമലി. പിന്നെ വേണമെന്ന് ഇഷ്ടംപോലെ സപ്ലിമെൻ്ററി ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കൂട്, അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു കൂട്. വൃത്തിയുള്ള കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ തറയൊക്കെ ടൈലിട്ടാൽ നമ്മുടെയൊക്കെ തറ ടൈലിട്ട് കിടക്കുന്നത്. കാരണം പറഞ്ഞാൽ വെള്ളത്തിന് ചിലവ് കുറയും, ചിലവ് കുറയുകയും ചെയ്യും, നിങ്ങളുടെ പണിയും കുറയും. അത് ചുമ്മാ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 1.5 മണിക്കൂർ ഇട്ട് കഷ്ടപ്പെടേണ്ടി വരും ഈ ആ ഒരു കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുമ്പോൾ വെള്ളത്തിന് ചിലവും ഭയങ്കരമായിട്ട് കൂടും. അത് പിന്നെ കൂടെ എപ്പോഴൊരു വൃത്തിയായിട്ട് കിടക്കത്തുമില്ല. അതുകൊണ്ട് ടൈല് നേരെ നേരെ തിരിച്ചിടണം. ടൈലിൻ്റെ ആ ഒരു ഷൈനിങ് ഉള്ള ഭാഗമല്ല ഇടുന്നത്, നമ്മൾ നേരെ തിരിച്ചാണ് ഇടുന്നത്. എന്നാലേ പന്നിക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള ഗ്രിപ്പറി ഐറ്റംസ് ഉണ്ട്, വേറെ ഉണ്ട്. ഈ ഫ്ലോർ കല്ലുകളൊക്കെ ഇല്ലേ, കടപ്പക്കല്ലുകൾ, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഗ്രിപ്പ് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ പന്നികളെ കാല് കവച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ പണിയാവും. പ്രത്യേകിച്ച് ഗർഭിണി പന്നികളൊക്കെ ആണെങ്കിൽ പറയണ്ട, ഇരട്ടി പണിയാവും അത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും. പിന്നെയെന്ന് പറയുമ്പോൾ 1-2 കൂടെ എടുത്ത് തുടങ്ങുക, 10 കുഞ്ഞുങ്ങളെ വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ ചവിട്ടാൻ പ്രയാകുമ്പോൾ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കണം. അല്ലെങ്കിൽ ആദ്യം തുടങ്ങുന്നവർ ആണിനെ മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ പെണ്ണിനെ മാത്രം വാങ്ങിക്കുക. കാരണം ഓരോ ഫാമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ ആണുങ്ങൾ മാത്രം കിട്ടിക്കോളും നിർബന്ധമില്ല. പരമാവധി കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്നവർ ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 5 മാസം 6 മാസം വളർത്തി കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് തൂക്കമാവും, 100 കിലോൻ്റെ അടുത്താവും. പിറ്റേന്ന് ഇപ്പോഴും നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. 1 കിലോയ്ക്ക് ഏകദേശം ഒരു 200 രൂപേൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. സീസൺ പോലെ 205, 206, 186, 194 പല രീതിയിലായിരിക്കും റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം റേറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എങ്ങനെ പോയി കഴിഞ്ഞാൽ 10 ഒന്നിന് വിറ്റ് കഴിഞ്ഞാൽ 1000 കിലോൻ്റെ മുകളിൽ കയറും നിങ്ങൾക്ക് എന്തായാലും. ഒരു 6 മാസമൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നോക്കുക എന്നുണ്ട്. ഡെയിലി ഒരു 2 നേരമൊക്കെ വെള്ളം നനപ്പിക്കുക, 1 നേരം കുളിപ്പിക്കുക, 2 നേരം തീറ്റ കൊടുക്കുക. അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുക എങ്ങനെയാണ് വേണ്ടതുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 1 രൂപേൻ്റെ മുകളിൽ ലാഭം കിട്ടും. വെറും 10 കുഞ്ഞുങ്ങളിൽ നിന്ന് കേട്ടോ. 1 രൂപയുടെ മുകളിൽ എങ്ങനെ ലാഭം കിട്ടുന്നുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ
ഈ 10 കുഞ്ഞുങ്ങൾ വാങ്ങിക്കുന്നവരുന്നില്ല, അതിനകത്തൊരു 8 കുഞ്ഞുങ്ങളെ വിൽക്കുക, 2 പന്നികളെ അവിടെ പ്രസവിക്കാനിടുക. ഉള്ളതിനെ മുഴുവൻ വിറ്റിട്ട് വീണ്ടും പിന്നെയും 10 കുഞ്ഞുങ്ങളെ ഇറക്കുക. ആ രീതി മാറ്റിയിട്ട് 8 പന്നികളെ വിൽക്കുക, 2 എണ്ണത്തിനെ പ്രസവിപ്പിക്കാനിടുക. അപ്പുറത്ത് ഇപ്പുറത്ത് എവിടെയൊക്കെ പരിചയമുള്ള ആൾക്കിടന്നൊക്കെ അത്യാവശ്യം നല്ല സൈസും വലിപ്പമൊക്കെ ഉള്ള കണ്ടനെ സെലക്ട് ചെയ്യുക. കടനെ സെലക്ട് ചെയ്തിട്ട് അതുങ്ങളെ ചെന പിടിപ്പിക്കാൻ വേണ്ടി ഇടുക. അപ്പോൾ ആ 2 പന്നികൾ അവിടെ ചെന പിടിക്കുകയും ചെയ്തോളും. ഒപ്പം നിങ്ങൾക്ക് പുതിയ കുഞ്ഞുങ്ങൾ ഇറക്കാനുള്ള പൈസ 8 കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലാഭവും കിട്ടും. അപ്പോഴേക്ക് നിങ്ങൾ വേറെ ഹോട്ടലുകളൊക്കെ കണ്ടുപിടിക്കണം. ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകളൊന്നും പോയി ചോദിക്കരുത്. കാരണം പറഞ്ഞാൽ അത് വേറെ പല വിഷയങ്ങളിലേക്കും ആവും. അത് ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പലരും ഇട്ടെറിഞ്ഞ് പോയ ഹോട്ടലുകളുണ്ടാവും. അല്ലെങ്കിൽ ഇനീഷ്യലി തുടക്കത്തിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് തീറ്റ 10 കുഞ്ഞുങ്ങൾക്കൊന്നും വളരെ കുറച്ച് തീറ്റയുടെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം. ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ ആയിട്ടും പഴയ ഫ്രൂട്ട്സൊക്കെ കിട്ടും. ഇനി ഹോട്ടലിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാരും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പശുവിന് കൊടുക്കുന്നതൊന്നും സ്ഥിരമായിട്ട് കൊടുക്കരുത്, അത് പ്രോഫിറ്റബിൾ ആവില്ല. പരമാവധി ഹോട്ടൽ ഫുഡ് വേസ്റ്റിലേക്ക് തന്നെ കയറണം. അത് നിങ്ങൾ നിയർ ബൈ അന്വേഷിച്ചാൽ കിട്ടും. അപ്പോൾ അതങ്ങനെ തന്നെ നോക്കണം. എന്നിട്ട് ആ 8 കുഞ്ഞുങ്ങളെ വിറ്റതിൻ്റെ കാര്യം പറഞ്ഞു എന്നിട്ട് പുതിയ ഒരു 10 കുഞ്ഞുങ്ങളോട് ഇറക്കുക. അപ്പോഴേക്കും 2 പന്നികൾ ചെന പിടിച്ച് അതുങ്ങൾക്ക് ഒരു പ്രസവിക്കാനാകുമ്പോഴേക്കും അതുങ്ങൾക്ക് അവർ നിന്ന് തിരിയാൻ മാത്രം പാകത്തിനുള്ള ഒരു കുഞ്ഞ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെറ്റിലും കിട്ടും. ഐ മീൻ ആ ഒരു ഷട്ടർ പോലത്തെ ഒരു സാധനം കിട്ടും. കറക്റ്റ് ആ ഒരു പന്നിനെ പ്രസവിപ്പിക്കാൻ പാകത്തിന് ഇരുമ്പിൻ്റെ സാധനം കിട്ടും. അങ്ങനെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കുഞ്ഞ് കൂടെ ഉണ്ടാക്കിയാൽ മതി. ഓവർ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ പന്നികൾ അങ്ങോട്ട് കൂടി ഓടിക്കളിഞ്ഞ് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് അപ്പോൾ പന്നീൻ്റെ പ്രസവം അത്ര വലിയ സംഭവം കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ പ്രസവിച്ചോളൂ. അത് നിങ്ങളുടെ ടൈമാകുമ്പോൾ നിങ്ങൾ പ്രസവിച്ചോളും. നമ്മളെപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അടിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രസവിച്ച് ഒരു 1-2 ദിവസത്തേക്ക് പന്നികൾ അങ്ങനെ എണ്ണിക്കത്തില്ല. ഒരു പ്രസവിച്ച് കാണുമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തോടെ എടുത്ത് കടത്തി കഴിയുകയും പിന്നെ ആ ഒരു തണുപ്പൊക്കെ ഉണ്ടാവും അവർക്ക്. ഫാമ് ഒന്നാമത് തണുപ്പായിരിക്കും, ഫുൾ വെള്ളമൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഒരു നോട്ടം ഒന്നും നോക്കാണ്ട് ആതാലും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടും. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടിക്കോളൊന്നുമില്ല. ഭാഗ്യമാണത്. മിനിമം എങ്ങനെ പോലും 5 കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഭാഗ്യമാണെങ്കിൽ 10-12 കിട്ടും. ആ സമയം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് 2 രീതിയിലേ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മാത്രം വളർത്തി വലുതാക്കി വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടും. ഒരു കുഞ്ഞിനെ 5000 രൂപ, 10 കുഞ്ഞുങ്ങളെ വിറ്റ് അത് തന്നെ 50,000 ആയി. 2 പന്നിയാണെങ്കിൽ എങ്ങനെ പോയാലും വലിയ കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങൾ കിട്ടും. എന്നിട്ട് കുഞ്ഞുങ്ങളെ വിൽക്കുകയും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ വിറ്റ് പോകാത്ത കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി വിൽക്കുകയും ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട്. അത് അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. തുടങ്ങേണ്ടവർക്ക് തുടങ്ങാൻ പറ്റിയ ഓപ്ഷനാണ് പന്നി ഫാം. പണിയെടുക്കണം, ഡെയിലി കൂട് വൃത്തിയാക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. ബേക്കിലൊരു കുഴി എന്തായാലും നല്ല രീതിയിൽ കുത്തിയിടണം. അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വള്ളികൾ വരും, നാട്ടുകാർ ഉണ്ടാവും. ഏത് സംരംഭം തുടങ്ങി കഴിഞ്ഞാലും അതിനെ പിടിച്ച് തൂങ്ങുന്ന ഇത്തിൽക്കണ്ണികൾ ഉണ്ടാവും. എല്ലാ നാട്ടിലും ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യണം. എന്തായാലും ഉണ്ടാവും എന്നുള്ള ഷുവറാണ്. പന്നി ഫാം ആകുമ്പോൾ എന്തായാലും. പിന്നെ പരമാവധി ഒരു ജനവാസ മേഖലയിലൊക്കെ ആവാണ്ട് നോക്കുക. അത് ഫുള്ള് ചുറ്റും വീടുള്ള സ്ഥലത്തിന് നടുവ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വിഷയമാവും. കുറച്ചൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ നോക്കുക. പിന്നെ വെള്ളം നല്ലൊരു നെസസറി ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ വെള്ളമുള്ള സ്ഥലം കൂടെ നോക്കണം. പിന്നെ കൂടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ മാനേജ് ചെയ്യാം. പലരും ഇപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു കൂടെ അല്ലായിരിക്കും ചിലപ്പോൾ കേട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാ ഒരു കൂടെ ഉണ്ടാക്കിയാൽ മതി. ആസ്പെറ്റോസിൻ്റെയോ അല്ലെങ്കിൽ ഓലയുടെയോ ഷീറ്റിൻ്റെയോ എന്തായാലും പന്നികൾ വെള്ളവും മഴയും വെയിലും തട്ടാത്ത രീതിയിലൊരു കൂടെ ഉണ്ടാക്കിയാൽ മാത്രം മതി. തറ എപ്പോഴും നല്ല രീതിയിൽ തന്നെ ആക്കാൻ നോക്കുക. അധികമൊന്നും വെള്ളമൊന്നും തളം കെട്ടി നിൽക്കാത്ത, എപ്പോഴും വെള്ളം ഒലിച്ചു പോകുന്ന രീതിയിൽ. പിന്നെ നിപ്പിളൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ ഭിത്തി ഒട്ടാക്കുന്ന സമയത്ത് നിപ്പിൾ എന്ന് പറയും. പന്നികൾ കടിച്ചാൽ മാത്രമേ വെള്ളം വരുള്ളൂ. അതൊക്കെ ഈ ഹാർഡ്വെയർ കടകളൊക്കെ പോയി ചോദിച്ചാൽ നിപ്പിൾ കിട്ടും. അത് ഒക്കെ പ്ലംബറോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലംബർമാർക്കൊക്കെ അറിയാം. പ്ലംബർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഫിറ്റ് ചെയ്ത് തരും. അത് നമ്മൾ പന്നിയുടെ ആവശ്യത്തിന് 2-3 സൈഡാണ്. ചെറിയ പന്നികൾക്കും വലിയ പന്നികൾക്കും കുടിക്കാൻ പറ്റുന്നതിൽ പല സ്ഥലത്തായിട്ട് നിപ്പിൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കടിച്ച് കഴിഞ്ഞാൽ മാത്രമേ വെള്ളം വരുള്ളൂ. നിങ്ങൾ തന്നെ കടിച്ചോളൂ, ഓട്ടോമാറ്റിക്കലി വരും അത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നിങ്ങൾ ആവശ്യം ദാഹമുള്ളത് നിങ്ങൾ കുടിച്ചോളും. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കൊട്ടത്തളം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അത് നിങ്ങൾ പിന്നെ അവിടെ കയറി വൃത്തികേടാക്കും. അത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നിപ്പിൾ കെട്ടാൻ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ തറ കെട്ടുന്നതിനൊപ്പം തന്നെ കൊട്ടത്തളം പോലെ ഒരു സാധനം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാലും മതിയത്. എന്നിട്ട് അതിനകത്ത് വെള്ളം കൊടുക്കുക. ആ ഒരു വേസ്റ്റ് വെള്ളം ഒഴിവായി പോകാൻ പറ്റും. ഐ മീൻ ക്യാപ്പൊക്കെ ഇടണം. അത് പുറകു വശത്ത് ക്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളം ഇച്ചിരി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഒഴിവാക്കി വിടുക. ഇച്ചിരി ദിവസമല്ല, ഓരോ ദിവസം ചെല്ലുമ്പോഴും ആ വെള്ളം ഒഴിവാക്കി വിടുക. പുതിയ വെള്ളം നിറയ്ക്കുക, ആ വെള്ളം ഒഴിവാക്കി വിടുക. അങ്ങനെ ആ ക്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇതിങ്ങനെ നീണ്ടുപോകും ഇതിനെപ്പറ്റി പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ഡൗട്ടുള്ളവർ ഞാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇച്ചിരി തിരക്കുകളാണ്. എനിക്ക് പന്നി ഫാം അല്ല പരിപാടി, അപ്പനാണ് പന്നി ഫാം. എനിക്ക് എറണാകുളത്ത് വേറെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഫുൾ ടൈം ഞാൻ വിളിച്ചാൽ ഞാൻ കിട്ടിക്കോളുന്നില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ അനുസരിച്ച് ഫ്രീ ആവുന്നതിനനുസരിച്ച് ഓഡിയോ ആയിട്ടൊക്കെ റിപ്ലൈ തരാം നിങ്ങൾക്ക്.